യൂസ് കാർ പ്രൈസിൽ ഞെട്ടിക്കൽ വീഡിയോ പാർട്ട് 2. ഒന്നാമത്തെ പാർട്ട് എന്നായിരുന്നു നമ്മൾ ഇത് ഡിസംബറിൽ ആ ഒരു സമയത്ത് വീഡിയോസ് കണ്ടിട്ട് പ്രേക്ഷകർ ഞെട്ടി, പ്രേക്ഷകരുടെ സപ്പോർട്ട് കണ്ടിട്ട് നമ്മളും ഞെട്ടിയില്ലേ. അപ്പൊ ഇത്തവണ ഫിനാൻഷ്യൽ ഇയറിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഓഫർ പ്രൈസ് നമുക്ക് ഈ വണ്ടികളും നല്ലൊരു ഓഫർ റേറ്റിന് കൊടുക്കാം. നമുക്ക് എല്ലാ വാഹനങ്ങളും നമുക്ക് പരിചയപ്പെടാം. അതിന് മുന്നേ ഷോറൂം പുതിയതായതുകൊണ്ട് നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് നമുക്ക് പെരുമ്പാവൂര്, ആലുവ പെരുമ്പാവൂർ റൂട്ടില് ചാലക്കലാണ് നമ്മുടെ ഷോറൂം. കറക്റ്റ് ലൊക്കേഷന്റെ പേര് ചാലക്കലല്ലേ. അപ്പൊ ഗൂഗിൾ മാപ്പിലും കാര്യങ്ങളൊക്കെ എല്ലാം. ഇനിയിപ്പോ എന്തെങ്കിലും തരത്തിൽ ലൊക്കേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഒരുവിധപ്പെട്ട എല്ലാ വാഹനങ്ങളും ഉണ്ട്. വണ്ടി ഓടിച്ച് പഠിക്കാൻ വേണ്ടി നോക്കുന്നവർക്ക് ലോ ബഡ്ജറ്റ് വാഹനമുണ്ട്, അതേപോലെ തന്നെ ക്രിസ്റ്റ വരെ ഉണ്ട്. എല്ലാത്തരം വാഹനങ്ങളും നിലവിൽ അവൈലബിൾ ആണ്. പുതിയ സ്റ്റോക്ക് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ഓരോ വാഹനങ്ങൾ പരിചയപ്പെടാം അല്ലെ. ഓക്കെ, ഒരു ചെറിയ ഫാമിലി ഒരു ചെറിയ വാഹനം നോക്കുകയാണെങ്കിൽ അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഹ്യുണ്ടായിയുടെ ഇയോൺ. അതെ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2015 സിംഗിൾ ഓണർ വണ്ടി. 15 സിംഗിൾ ഓണർ. വേറെ ആക്സിഡന്റ്സോ റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി വന്നിട്ട് 70,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. അതെ അതെ, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പരിപൂർണ്ണ വിശ്വാസം മാറ്റിയെടുക്കാം. ഷോറൂമിന്റെ ഓണറാണ് നമുക്ക് ഓരോ വാഹനങ്ങൾ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ അതിന്റേതായിട്ടുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടുകൂടി തന്നെ നമുക്ക് വാഹനങ്ങൾ വീഡിയോസ് കാണിച്ച് ഇവരെ സമീപിക്കുകയും ചെയ്യാം. ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് നമ്മൾ ചോദിക്കുന്ന വില 1,75,000 രൂപ കൊടുക്കാം. 1,70,000 രൂപ റെഡി ക്യാഷ് എടുക്കാൻ പറ്റുന്ന എമൗണ്ട് ആണ് ചോദിക്കുന്നത്. ഇനിയിപ്പോ അത് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കണം? ഡൗൺ പേയ്മെന്റ് ഒരു 20,000 രൂപ ഉണ്ടാവും. നമുക്ക് ഇത് ഇറക്കാം. നിലവിൽ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള ലോ ബഡ്ജറ്റ് വാഹനം. അതെ അതെ, ഹ്യുണ്ടായിയുടെ സാൻഡ്രോ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. അതെ, സിംഗിൾ ഓണർ 2007 വണ്ടി. നിലവിൽ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ ആക്സിഡന്റ്സോ കംപ്ലൈന്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് നമുക്ക് ഒരു 75,000 രൂപ കൊടുത്തേക്കാം. 75,000 രൂപ ചെറിയ എമൗണ്ടിന് വാങ്ങാൻ പറ്റുന്ന ലോ ബഡ്ജറ്റ് വാഹനമാണ്. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെഹിക്കിൾ. അതെ, അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ തിരയുന്ന ഒരു വാഹനമാണ് ഫോർഡിന്റെ എക്കോസ്പോർട്ട്. നല്ല കൂൾ ഡീസലാണല്ലേ. ഒരുപാട് ആളുകൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ അവർക്ക് പറ്റുന്ന ഒരു വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വന്നിട്ട് 2015 ടൈറ്റാനിയം വണ്ടിയാ. ടൈറ്റാനിയം പുഷ്പട്ടം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുള്ളാണോ? ഫുൾ ലോഡ് വണ്ടി. വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വണ്ടി. ഇത് വന്നിട്ട് 1,30,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത്. ഡീസൽ വണ്ടി അത്യാവശ്യം ഓടും. അറിയുന്നവരാണ് ഡീസൽ വാഹനം അന്വേഷിച്ച് ഇറക്കിയല്ലേ. ഇത് വന്നിട്ട് ആക്സിഡൻസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിൽ പെയിന്റ് വർക്ക് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. അല്ലാണ്ട് റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നുമില്ല. എല്ലാം നോക്കിയിട്ടല്ലേ എടുത്തിട്ടുള്ളത്? അതെ അതെ, ഇത് വന്നിട്ട് നമുക്കൊരു 3,85,000 രൂപ കൊടുക്കാൻ പറ്റും. ഡീസൽ എക്കോസ്പോർട്ട് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ ബലേന. ഈ ഒരു ബേസിൽ വരുന്ന വാഹനല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2017 ആൽഫ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ഫുൾ ഓപ്ഷൻ ടോപ്പിന്റെ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് വന്നിട്ട് 90,000 കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. പെട്രോൾ മാനുവൽ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് ഫുൾ ലോഡ് വണ്ടിയാണ്. അലോയ് വീൽസ് വരും, പ്രൊജക്ടർ ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫുൾ ലോഡ് ആണ്. അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കസ്റ്റമറിന്. ക്യാമറ, അതുപോലെ തന്നെ ഡിസ്പ്ലേ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽ എല്ലാ കാര്യങ്ങളും. ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് നമ്മൾ ചോദിക്കുന്ന വില 5,00,000 രൂപ കൊടുത്തേക്കാം. 5,00,000 രൂപ. നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് ഒരു 50 രൂപ കൊടുക്കേണ്ടി വരും. 50,000 രൂപ. 450 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ആ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ഫാമിലി സെഗ്മെന്റ് വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളുടെ ഇഷ്ട വാഹനമാണ് മാരുതി സെലീരിയോ. അത് ഓട്ടോമാറ്റിക് ആണ് ഈ പറയുമ്പോഴല്ലേ. ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2017 ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വന്നേക്കുന്നത്. 67,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ. വേറെ കംപ്ലൈന്റ് മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ്സ് ഒന്നുമില്ല. അപ്പൊ നിലവിൽ കിടക്കുന്ന വണ്ടികളുടെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിരിക്കും. നമ്മൾ തന്നെ നെയിം ട്രാൻസ്ഫറും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് ചോദിക്കുന്ന വില 3,70,000 രൂപ. ആസ്കിംഗ് പ്രൈസ് നമുക്ക് നെഗോഷിയേഷൻ ചെയ്യാൻ പറ്റും. ലോങ് എന്നൊക്കെ വീഡിയോസ് കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റേതായിട്ട് രീതിയിൽ റേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഇത് നമുക്ക് ഏകദേശം 3,30, 3,40 വരെ ലോൺ കയറും. ചിലവർക്ക് നല്ല പ്രൊഫൈൽ ആണെങ്കിൽ പറയാൻ പറ്റില്ല, ഫുൾ ലോണും കയറും. നിങ്ങൾ വരുന്ന കസ്റ്റമർ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ട്രാക്ക് ക്ലിയർ ആണെങ്കിൽ വേറെ നോക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ലോൺ കയറും കേട്ടോ. യൂസ്ഡ് കാർ മേഖലയിൽ ഹൈ ഡിമാൻഡ് ഉള്ള ഒരു വെഹിക്കിളാണ് ഇന്നോവ ക്രിസ്റ്റൽ. ഇതൊക്കെ പുതിയത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒടുക്കത്തെ വെയിറ്റിംഗ് പീരീഡ് യൂസ്ഡ് മാർക്കറ്റിൽ കിട്ടാനില്ല. ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2017 വി ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ക്ലൈമറ്റ് AC, അതായത് ആംബിയൻസ് ലൈറ്റ്, അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം. ഓണർഷിപ്പ് എത്ര? ഇത് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പ്.
കിലോമീറ്റർ വന്നിട്ട് 1,70,000. പെട്രോൾ ഡീസൽ വണ്ടിയാണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ചോദിക്കുന്ന വില 14,50,000 രൂപ. ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ല, നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. ലോൺ ചെയ്യാം. കോമ്പാക്ട് SUV സെഗ്മെന്റ് വാഹനം അന്വേഷിച്ചിറക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് വാഹനമാണ് ഹ്യുണ്ടായുടെ വെന്യൂ. നല്ല ക്വാളിറ്റി വെഹിക്കിൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് 2022 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. സൺറൂഫ് കാര്യങ്ങളുള്ള ടോപ്പ് എൻഡ് വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. പേപ്പേഴ്സ് എല്ലാം നിലവിൽ ക്ലിയർ ആണ്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ. 22 വണ്ടിയാണല്ലേ? ഒരു പുതിയതൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ടോപ്പ് എൻഡ് അല്ലേ? അവരിപ്പോ ഒരു ബേസ് മോഡൽ പുതിയ എടുക്കാൻ നിൽക്കുന്ന ആൾക്ക് ടോപ്പ് എൻഡ് എടുക്കാം അല്ലേ? അതിൽ നമുക്ക് പുതിയതിന്റെ പകുതി വിലക്ക് നമ്മൾ കൊടുക്കണം. പകുതി വിലക്ക്. അപ്പൊ നമുക്ക് ഇനി അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. 7,90,000 രൂപ കൊടുത്തേക്കാം. 7,90,000. ലോൺ ചെയ്യാൻ പറ്റില്ല? ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ കയറും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഫാമിലി സെഗ്മെന്റ് വാഹനമായിട്ടുള്ള മാരുതിയുടെ വാഗനർ ഓൾഡ് ഫേസ് ബ്ലാക്ക് കളർ. അതും പുതിയ പേപ്പർ. 5 കൊല്ലത്തെ ഇപ്പൊ പേപ്പർ എടുത്ത് റിന്യൂവൽ കഴിഞ്ഞ ഇറക്കിയാണ്. അപ്പൊ ഇനി എടുക്കുന്ന കസ്റ്റമറിന് പേപ്പറിന്റെ തലവേദന 5 കൊല്ലത്തേക്ക് ഇനി നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2011 വണ്ടി. ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്മുടെ പേരിലേക്ക് ആക്കിയതാണ്. സിംഗിൾ ഓണർഷിപ്പിലായിരുന്നു വണ്ടി. ഇപ്പൊ നിലവിൽ ഫിറ്റ്നസ് ഇതാക്കാൻ വേണ്ടി ചേഞ്ച് ചെയ്തതാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. വേറെ കംപ്ലൈന്റ് മേജർ ആക്സിഡന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് 2,10,000 രൂപ. സെഡാൻ സെഗ്മെന്റ് വാഹനങ്ങൾ നോക്കുന്നവർക്ക് സ്വിഫ്റ്റ് ഡിസൈർ, അതും ഡീസൽ. രഞ്ജോത്തിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2012 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് വന്നിട്ട് 1,50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഡീസൽ വാഹനമാണ്. ഓട്ടം ഉള്ളവർ മാത്രമാണ് ഡീസൽ വാഹനം അന്വേഷിച്ചിറക്കുക. അപ്പൊ അതിന്റേതായിട്ടുള്ള ഓട്ടം ഉണ്ടാവും. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. എല്ലാ പേപ്പേഴ്സും. വേറെ കംപ്ലൈന്റ് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് നമുക്ക് 2,55,000 കൊടുത്തേക്കാം. 2,50,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. എന്തെങ്കിലും ചെറിയ രീതി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഫോക്സ് വാഗന്റെ പോളോ അല്ലേ? അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡ് ഉള്ള ഒരു വാഹനമാണ്. ഇത് 2014 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2014 കംഫർട്ട് ലൈൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. ബാക്ക് വൈപ്പേഴ്സ് കാര്യങ്ങൾ ഡീഫോഗർ ഒക്കെ വരുന്നുണ്ട്. നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. സിംഗിൾ ഓണർ ഒരാളെ സീറ്റ് കവേഴ്സ് ഒക്കെ ആണെങ്കിലും വേറെ കംപ്ലൈന്റ്സ് ഒന്നുമില്ല. ഉള്ളും പുറമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ടയർ 4 കണ്ടീഷൻ ടയേഴ്സ് ആണ്. നമ്മൾ ചോദിക്കുന്ന വില 2,85,000 രൂപ. 2,85,000. ഇത് പെട്രോൾ ഡീസൽ വാഹനം. ഡീസൽ പോളോ ആണ്. ഒട്ടുമിക്ക ബ്രാൻഡുകളുടെ വാഹനങ്ങൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഷോറൂമാണ് നമ്മുടെ ചാലക്കൽ കാറക്സ് ഷോറൂം. എല്ലാ കമ്പനികളുടെ വാഹനങ്ങളുണ്ട്. ഫോർഡിന്റെ, ടാറ്റയുടെ, ഹ്യുണ്ടായുടെ, മാരുതിയുടെ, നമ്മുടെ ടാറ്റയുടെ ടിയാഗോ ഉണ്ട് അല്ലേ? ടിയാഗോ ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2018 XZ എന്ന് പറഞ്ഞ വേരിയന്റ്. അതായത് ഫുൾ ലോഡ് വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. പെട്രോൾ മാനുവൽ വെറും 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 50,000. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാണാൻ പക്കയുള്ള വാഹനം കേട്ടോ. വേറെ ആക്സിഡന്റ്സോ റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയറും കാണാനൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സ്. ഫുൾ ലോഡ് വണ്ടി. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ 3,30,000 രൂപയാണ് ചോദിക്കണേ. നമുക്ക് എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ടാറ്റ കമ്പനിയുടെ നെക്സോൺ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ? ഇത് 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആകെ 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് എല്ലാം അവൈലബിൾ ആണ്. ടോപ്പ് എൻഡ് വണ്ടി, സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അലോയില് സൺറൂഫ്, പുഷ്പട്ട സ്റ്റാർട്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളും പുറക്കെ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. സൺറൂഫിന്റെ ഒന്നും കവർ പോലും നമ്മൾ പൊളിച്ചിട്ടില്ല. അപ്പൊ ഒരു പുതിയ വാഹനമൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള വാഹനമല്ല. നല്ല രീതിയിൽ മാറ്റമുണ്ട്. പുതിയതിനെ അപേക്ഷിച്ചിട്ട് ചോദിക്കുന്ന പ്രൈസ് നമുക്ക് 7,90 കൊടുത്തേക്കാം. 7,90. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. ഇത് ഫോർഡ് കമ്പനിയുടെ ഫ്രീ സ്റ്റൈൽ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വന്നിട്ട് 2018 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2018 വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഫുൾ ലോഡ് വണ്ടിയാണ്. ഡീസൽ നീറ്റ് ആൻഡ് ക്ലീൻ ഹൈ ക്വാളിറ്റി നല്ല വണ്ടിയാണ്. 2018 മോഡൽ കൊണ്ട് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. പിന്നെ ഫോർഡിന്റെ കമ്പനി ആയതുകൊണ്ട് നമുക്ക് ലോണിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. ഫുൾ ലോൺ കയറൂല. എന്നാലും മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 60,000 ഡൗൺ പേയ്മെന്റ് വരും. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടിയാണ്. അതിന്റേതായിട്ടുള്ള ക്വാളിറ്റി നമുക്ക് വണ്ടിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഉള്ളും പുറമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ഫുൾ ലോഡ് വണ്ടി. അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അവർ ഡീസൽ വാഹനം, നല്ല ക്വാളിറ്റി വാഹനം അന്വേഷിച്ചിറക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ഇനി അറിയേണ്ടത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് നമുക്ക് 4,55 കൊടുത്തേക്കാം. 4,50,000 രൂപ. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 60,000 അടുത്ത് നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടത്. ബാക്കി നമുക്ക് എല്ലാം ക്ലിയർ ആണ്.